നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അബ്രീവിയേഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് ഒരുവിധം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ച കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ ഭാഗത്ത് നിന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നമുക്കൊന്ന് പറയാം. AI എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് AI എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തത്? 5th ജനറേഷനിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇനി നോക്കിയേ, അൽഗോൾ എന്ന് പറഞ്ഞാല് അൽഗോരിതമിക് ലാംഗ്വേജ് ആണ്. അൽഗോൾ എന്ന് പറഞ്ഞാല് ആൻസി അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻസി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. നമ്മൾ ഈ ഇടയ്ക്ക് പഠിച്ചതേ ഉള്ളൂ. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ബേസിക് എന്താണ്? ബേസിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നതാണ് ബേസിക്കിന്റെ ഫുൾ ഫോം. BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ എന്നാണ് BCDയുടെ ഫുൾ ഫോം. അടുത്ത BCC എന്ന് പറഞ്ഞാൽ BCC ടൈം നമ്മൾ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മൾ ഇമെയിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഏത്? CCയും BCCയും. അപ്പൊ BCC എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. CC എന്ന് പറഞ്ഞാല് കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാല് ബ്ലൈൻഡ് കാർബൺ കോപ്പി. അടുത്തത് BCR എന്ന് പറഞ്ഞാല് ബാർകോഡ് റീഡർ. ബയോസ് എന്താണ്? ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നതാണ് ബയോസ്. ബിറ്റ് എന്താണ്? ബൈനറി ഡിജിറ്റ് ആണ് ബിറ്റ്. BMB എന്ന് പറഞ്ഞാൽ ബിറ്റ് മാപ്പ്. ബിറ്റ് മാപ്പ്. CAD എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നതാണ് CAD. നെക്സ്റ്റ് നോക്കാം, CAT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ട്രെയിനിങ് ആണ്. CAD എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും CAT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ട്രെയിനിങ്ങുമാണ്. CAM എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് ആണ്. CAM. CD എന്താണ്? CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് ആണ് CD. DVD എന്തായിരുന്നു? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ആണ് DVD. CD എന്ന് പറഞ്ഞാല് കോമ്പാക്ട് ഡിസ്ക്. കൊബോൾ എന്താണ്? ലാംഗ്വേജ് ആണ്. ഏതാണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ് കൊബോൾ. CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും CPU ഒക്കെ. അടുത്ത് CRT എന്താണ്? CRT മോണിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാഥോഡ് റേ ട്യൂബ്. CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. DBA എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡേറ്റാബേസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഡേറ്റാബേസിലാണ്. അപ്പം DBA എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. DBMS എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ ഈ ഡേറ്റാസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെയാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കേ, DDL എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഈ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് DDL. DCL എന്ന് പറഞ്ഞാൽ അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് DDLഉം DCLഉം DMLഉം. DDL എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DCL എന്ന് പറഞ്ഞാൽ ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്, DML എന്ന് പറഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇങ്ങനെ 3 ലാംഗ്വേജസ് ആണ് ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എന്താ? ടേബിൾസ് ആയിട്ടായിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന DDL, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന DCL, മാനിപ്പുലേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് DML എന്ന് പറയുന്ന ലാംഗ്വേജസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, DNS എന്ന് പറഞ്ഞാല് ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് DNS. DOS എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് DOS.
അടുത്തത് DTP ചോദിച്ചിട്ടുണ്ട്. DTP എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആണ് DTP. EBCDIC നമ്മൾ പഠിച്ചതാണ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡാണ് EBCDIC. EDP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. EDP ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. അടുത്തത് എഡ്വാക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ്. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് എഡ്സാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. അപ്പൊ എഡ്വാക് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്ററും എഡ്സാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്ററുമാണ്. നെക്സ്റ്റ് വൺ ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ്. ENIACന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. EPROM നമ്മൾ റോമിന്റെ പല തരത്തിലുള്ളത് പഠിച്ചു. അതിലൊന്നാണ് ഇത് EPROM. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ഏതാണ് EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. മെമ്മറി പഠിച്ചപ്പോൾ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത എന്താണ് FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. FM എന്നൊക്കെ നമ്മൾ കേൾക്കത്തില്ല എപ്പോഴും. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. അടുത്തത് ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാൻ എന്ന് പറഞ്ഞാല് ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർമുല ട്രാൻസ്ലേഷൻ. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പൊ പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് FTP. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മളിത് കൊടുത്തിട്ടില്ല, ഞാൻ പറയുവാണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അങ്ങനെ പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേർഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്